ഹലോ എവരിവൺ, എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ടിരിക്കാമെന്ന് വിശ്വസിക്കുന്നു. ഇനി നമ്മൾ കാണാൻ പോകുന്നത് സെഡ്യൂസിങ് ഡ്രേക്ക് പാൽമ എന്ന ഡ്രാമയുടെ പുതിയൊരു എപ്പിസോഡാണ്. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്ന പോലെ ഇതൊരു ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തിരിക്കുന്ന സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഹൈപ്പ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് ചാനലിന് ഹൈപ്പ് കൊടുത്ത് സപ്പോർട്ട് ചെയ്യാൻ കൂടെ മറക്കരുത് കേട്ടോ. എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ നമ്മൾ കാണുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ എപ്പിസോഡിൻ്റെ ലാസ്റ്റിൽ കണ്ടിട്ടുണ്ടായിരുന്നത് നമ്മുടെ ഡ്രേക്ക് ആണെങ്കിൽ നമ്മുടെ ആലിസിൻ്റെ അടുത്തേക്ക് വന്ന് നിൽക്കുന്ന കാഴ്ചയായിരുന്നല്ലോ. കിസ് ചെയ്യാൻ പോവുക എന്നുള്ള രീതിയിൽ അവൾ കണ്ണടച്ചൊക്കെ നിൽക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അവളുടെ മൈൻഡോട് പോകുന്നത് ഇതിൻ്റെ ഫസ്റ്റ് കിസ് എന്നെ കിസ് ചെയ്യാന്നുണ്ടെങ്കിൽ അപ്പോൾ ഷീൻ്റെ കാര്യം എന്തായിരിക്കും. അപ്പോൾ അവൻ പറയുന്നുണ്ടായിരുന്നു, നീ ഒന്നും മിണ്ടാതിരിക്കുക, കുറച്ച് നേരം എൻ്റെ വായ പൂട്ടിയൊന്നും ഇരിക്കുക എന്നുള്ള രീതിയിൽ സംസാരിക്കുന്നുണ്ടായിരുന്നു. എന്നിട്ടാണെങ്കിൽ പെട്ടെന്ന് ഇവൻ ലിപ്പിലല്ല കിസ് ചെയ്യുന്നുണ്ടായിരുന്നത്, കഴുത്തിൽ കിസ് ചെയ്തിട്ട് അവിടെ നിന്ന് പോകുന്നുണ്ടായിരുന്നു കേട്ടോ. ഇവളാണെങ്കിൽ ഇങ്ങനെ ആലോചിച്ച് ആകെ നെട്ടി നിൽക്കുന്നുണ്ടായിരുന്നു. ഇവൻ എൻ്റെ കഴുത്തിൽ കിസ് ചെയ്തെന്ന് ആലോചിച്ച് നിൽക്കുന്നുണ്ടായിരുന്നു. പിന്നീട് നമ്മൾ കാണുകയാണെങ്കിൽ ഇവളാണെങ്കിൽ വീട്ടിൽ എന്നിട്ടിങ്ങനെ അയ്യോ കുളിക്കാൻ പോകണോ, കുളിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു കിസിൻ്റെ എഫക്റ്റ് മാറോ എന്നുള്ള രീതിയിലൊക്കെ ഇങ്ങനെ ആലോചിച്ച് ഇങ്ങനെ ചിരിച്ചും കളിച്ചിട്ടൊക്കെ നിൽക്കുന്നുണ്ടായിരുന്നു. ആ ഒരു സമയത്താണെങ്കിൽ ഇവൾക്ക് ഒരു കോളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പക്ഷേ ഇവളുടെ ചിന്ത മൊത്തത്തിലാണെങ്കിൽ ഇനി കുളിച്ച് കഴിഞ്ഞാൽ ഈ ഒരു കിസ് മാറുന്നില്ല, അതിൻ്റെ നാണവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ആ ഒരു സമയത്താണെങ്കിൽ അമ്മ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്, നിന്നെ കാണാൻ ഷീന് വന്നിട്ടുണ്ട്, നീ ഒന്ന് പുറത്തേക്ക് വരാൻ വേണ്ടിയിട്ട് മോൻ വന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അവളാണെങ്കിൽ ഫിഡ്ചെക്കും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തിട്ടായിരുന്നു അവരുടെ അടുത്തേക്ക് പോകുന്നുണ്ടായിരുന്നത്. അവനാണെങ്കിൽ അവളെ പെട്ടെന്ന് തന്നെ വന്ന് കെട്ടിപ്പിടിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവൾക്കാണെങ്കിൽ നല്ല സന്തോഷവും കാര്യങ്ങളൊക്കെ. ഒരു സമയത്താണെങ്കിൽ അവൻ പറയുന്നുണ്ട്, എനിക്ക് നിന്നോട് ഒരു കാര്യം പറയാനുണ്ടെന്നുള്ള കാര്യം. അപ്പോൾ അവൾ പറയുന്നുണ്ട്, എനിക്കറിയാം എന്നെ ഇഷ്ടമാണെന്നുള്ള കാര്യമില്ല എന്നുള്ള രീതിയിൽ സന്തോഷത്തോട് പറയുമ്പോൾ, അയ്യേ അതൊന്നല്ല, ആ കാര്യം ഒന്നല്ല പറയാൻ വന്നത്, ഞാൻ വേറൊരു കാര്യം ചോദിക്കാൻ വേണ്ടി വന്നതാണ്. നിനക്ക് ശരിക്കും ഡ്രേക്കിന് ഇഷ്ടമാണോ, നീയും ഡ്രേക്കും തമ്മിൽ റിലേഷനും കാര്യങ്ങളൊക്കെ എങ്ങനെ പോകുന്നു എന്നുള്ള രീതിയിൽ ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവൾക്ക് മനസ്സിലായിട്ട്, ഇത് മറ്റേ കേക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ അവൾ പറയുന്നുണ്ടായിരുന്നു, ഞങ്ങൾ നല്ല രീതിയിൽ തന്നെ പോകുന്നുണ്ട്, ഞങ്ങളുടെ മന്ദസരി ഇപ്പോൾ അടുത്ത് വരും എന്നുള്ള രീതിയിലുള്ള സംസാരവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ തന്നെ ഇവൾക്കാണെങ്കിൽ ഭയങ്കര സങ്കടം, കാരണം ഇത്രമാത്രം എഫേർട്ടും കാര്യങ്ങളൊക്കെ എടുത്തിട്ടാണെങ്കിൽ ഇവനാണെങ്കിൽ കേക്കാണെങ്കിലും മുൻഗണനയും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നത്. എത്രമാത്രം പുറകെ നടന്നു കഴിഞ്ഞ് കഴിഞ്ഞാലും ഇവന് തീരൊരു ഇവൾ ഡ്രേക്കിനോട് കൂടുതൽ അങ്ങനെ അറ്റാച്ച്മെൻ്റ് ആയി കഴിഞ്ഞാൽ ഇവന് തീരെ ഒരു പൊസസീവ്നെസ്സോ കാര്യങ്ങളോ ജലസോ ഒന്നും വരുന്നില്ല. അതിനെക്കുറിച്ച് ബോധറൈസ് ചെയ്യുന്നുള്ള കാര്യം നമ്മുടെ ആലിസിന് മനസ്സിലായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ കുറിച്ചിട്ടൊക്കെ മനസ്സിൽ ചിന്തിക്കുന്നുണ്ടെങ്കിലും പുറമെ വേറെ കാര്യങ്ങളൊക്കെ അവർ സംസാരിച്ചിരിക്കുന്നുണ്ടായിരുന്നു. ഇതിൻ്റെ ചിന്ത എന്ന് പറയുന്നത് വേറെ ഒന്നിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, എത്രയും പെട്ടെന്ന് ഡ്രേക്കും ആലിസും തമ്മിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മുടെ ഡ്രേക്കിനെ ആലിസിൻ്റെ അടുത്ത് നിന്ന് മാറ്റണം. സോ ആലിസിനെ മാറ്റണം എന്നുണ്ടെങ്കിൽ ഷീൻ വിചാരിച്ച് നടക്കും എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെന്നെ ഇവൾ മനസ്സിൽ ചിന്തിക്കുന്നുണ്ടായിരുന്നു. ഇനി ഷീൻ്റെ പുറകെ നടന്നിട്ട് കാര്യമില്ല, എത്ര പുറകെ നടന്നു കഴിഞ്ഞാലും ഇവൾ കേക്ക് മാത്രം മുൻഗണന കൊടുക്കുള്ളൂ എന്നുള്ള കാര്യം ഇവൾക്ക് മനസ്സിലായിട്ട് ഇവനെ പ്രേമിക്കുന്നത് ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാന്നുള്ള രീതിയിലൊരു ഡിസിഷനും കാര്യങ്ങളൊക്കെ ഇവൾ മനസ്സിലെടുക്കുന്നുണ്ടായിരുന്നു. പിന്നീട് നമ്മൾ കാണുന്ന കാഴ്ച പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ക്ലാസ്സിൽ കഫറ്റീരിയയിൽ ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു കാഴ്ചയാണ്. ആ ഒരു സമയത്താണെങ്കിൽ ഇവളിങ്ങനെ ഓരോ കാര്യങ്ങളെക്കുറിച്ച് പറയുന്നുണ്ടായിരുന്നു, ഷീൻ വന്ന് കാണാൻ വന്ന കാര്യമോ ആ രീതിയിലുള്ള സംസാരം പറയുന്നുണ്ടായിരുന്നു. കൂടെ തന്നെ ആലിസ് ചോദിക്കുന്നുണ്ടായിരുന്നു, എവിടെ നിൻ്റെ ഗെൻ്റ് എവിടെയെന്നുള്ള രീതിയിൽ ചോദിക്കുമ്പോൾ, അവനെ കൊണ്ടുള്ള ശല്യം സഹിക്കാനേ പറ്റുന്നില്ല, ഇനി ഇവിടെയും കൂടെ വേണം. അപ്പോൾ അവൾ പറയുന്നുണ്ടായിരുന്നു, എന്ത് നല്ല പയ്യനാണ് അവൻ, വെറുതെ എന്തിനാണ് അവനെ മാറ്റി നിർത്തുന്നുള്ള കാര്യം പറയുന്നുണ്ടായിരുന്നു. ആ ഒരു സമയത്താണെങ്കിൽ ഇവർ രണ്ടുപേരും സംസാരിച്ചിരിക്കുന്ന സമയത്ത് ഡ്രേക്ക് അങ്ങോട്ടേക്ക് വരുന്നുണ്ടായിരുന്നു. എന്നിട്ട് അവളുടെ ചിന്ത വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം കഴുത്തിൽ കിസ് ചെയ്ത കാര്യങ്ങളൊക്കെ ആയിരുന്നു. അങ്ങനെ ഇവരാണെങ്കിൽ കുറച്ച് സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞാൽ അവളുടെ കൈ പിടിച്ച് വലിച്ച് കൊണ്ടുപോയിട്ട് അവൾക്ക് ഫുഡും കാര്യങ്ങളൊക്കെ വാങ്ങിച്ച് കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവൾ പറയുന്നുണ്ടായിരുന്നു, ഞാൻ ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ച് എനിക്കിനിപ്പോൾ ഇത് നീ വാങ്ങിച്ച് തന്നെ വിചാരിച്ച് കഴിക്കാനൊന്നും പറ്റില്ല എന്ന്. പക്ഷെ ഞാൻ പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല, അവളാണെങ്കിൽ ഫുഡും കാര്യങ്ങളൊക്കെ കഴിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. അത് അവൾ പറയുന്നുണ്ടായിരുന്നു, നമ്മൾ മൊദസ്സറിയും കാര്യങ്ങളൊക്കെ ആവാനായിട്ടുണ്ട്, നവംബർ 31 നമ്മുടെ മൊദസ്സറിയും കാര്യങ്ങളൊക്കെയാണ് ഉറക്കാൻ വിളിച്ചത് പറയുമ്പോൾ അവിടെ ഉള്ളവരൊക്കെ മൊത്തത്തിൽ ചിരിക്കുന്നുണ്ടായിരുന്നു. ഫസ്റ്റ് എന്താണെന്ന് നമുക്ക് മനസ്സിലായിട്ടില്ല, പിന്നെയാണ് മനസ്സിലായത് നവംബർ 31 എന്നുള്ള 31 ഇല്ല നവംബറിൽ. സോ ആ കാര്യങ്ങളൊക്കെ ആലോചിച്ചിട്ട് ഇവളിങ്ങനെ ആകെ അന്തം വിട്ട് ഭയങ്കര നാണിച്ചിട്ടൊക്കെ നിൽക്കുന്നുണ്ടായിരുന്നു. പക്ഷേ നവംബറിൽ 31 ഇല്ല എന്നുള്ള കാര്യം ഇവൾ ആലോചിക്കാതെയായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്തായാലും ഒരു മന്ദസറി ഉണ്ടല്ലോ, സോ അത് സെലിബ്രേറ്റ് ചെയ്യാന്നുള്ള രീതിയിൽ ഭയങ്കര സന്തോഷിച്ചിട്ട് അവനോട് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ 31 ഇല്ലെങ്കിലും എനിക്ക് കുഴപ്പമൊന്നുമില്ല, നമ്മൾ എന്തായാലും വൈകാതെ ബ്രേക്കപ്പ് ആവും എന്നുള്ള കാര്യം അവൾ അവിടെ സൂചിപ്പിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവൻ പറയുന്നുണ്ട്, ഞങ്ങൾ നിന്നെ ഒരിക്കലും ബ്രേക്കപ്പ് ആക്കില്ല എന്നുള്ള കാര്യം. പിന്നീട് നമ്മൾ കാണുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കത്രീന ആൻ്റി ഉണ്ടല്ലോ, പുള്ളിക്കാരൻ്റെ വെഡിങ്ങിന് മെയ്ഡ്സായിട്ട് വിചാരിച്ചിട്ടിരിക്കുന്നത് നമ്മുടെ ആലിസും അതുപോലെ തന്നെ ആയിയാണ്. സോ ഇവർ രണ്ടുപേരുമാണെങ്കിൽ ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള സിംഗും കാര്യങ്ങളൊക്കെ സെലക്ട് ചെയ്യാനും അതുപോലെ തന്നെ പർച്ചേസ് ചെയ്യാനും വേണ്ടിയിട്ട് ഇവരാണെങ്കിൽ നിൽക്കുന്നത് നമ്മുടെ ആലിസിൻ്റെ വീട്ടിലാണ്. അപ്പോൾ അവിടെ നിന്ന് റെഡി ആയിട്ട് പോകാമെന്നുള്ളൊരു പ്ലാനിങ്ങിലായിരുന്നു. അപ്പോൾ ഇവരിങ്ങനെ പോകാൻ റെഡി ആയിട്ടുണ്ടായിരുന്നു. ഇവരുടെ ചിന്ത വേറെ മറ്റ് സംസാരങ്ങളും കാര്യങ്ങളൊക്കെ ആണെങ്കിലും ഇന്നത്തെ മെയിൻ അതായത് കേട്ടോ. അങ്ങനെ ഒരു പോകാൻ റെഡി ആയിട്ട് ഇറങ്ങി വരുന്ന സമയത്താണെങ്കിൽ ഇവളുടെ ആലിസിൻ്റെ മോൻ ഫുഡ് കഴിക്കാൻ വിളിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ നമ്മുടെ ആണെങ്കിൽ വേഗം നമുക്ക് അവിടെ പോയിട്ട് ഫുഡ് കഴിക്കാമെന്ന് പറയുമ്പോൾ ആലിസ് പറയുന്നത്, വേണ്ട, നമുക്ക് ഇവിടുത്തെ ഫുഡ് കഴിച്ചിട്ട് പോയാൽ മതി, അവിടെ പോയിട്ട് ആർത്തി കാണിച്ചിട്ട് വല്ലതും വലിച്ചു വാരി തിന്നാനുള്ള പ്ലാനല്ല, വേണ്ട, അവിടുന്ന് ഫുഡ് കഴിച്ചിട്ട് പോയാൽ മതി എന്നുള്ള കാര്യം പറയുന്നുണ്ട്. ആ ഒരു സമയത്താണെങ്കിൽ മോമ് പറയുന്നുണ്ട്,
പറയുന്നുണ്ടായിരുന്നു അവളോട് നിൻ്റെ ഡാഡിനെ ഇതെല്ലാം അവളെ ബയോളജിക്കൽ ഡാഡ്, ഇത് മോമിൻ്റെ പുതിയൊരു ഹസ്ബൻഡാണ്, സോ ഇത് സ്റ്റെപ്പ് ഫാദർ ആണ്, സോ അവളുടെ ഒറിജിനൽ ഡാഡിനെ കാണാൻ പോകണം എന്നുള്ള കാര്യം പറയുന്നുണ്ടായിരുന്നു. അവിടെ കുറച്ച് ടൈം കാര്യങ്ങളൊക്കെ സ്പെൻഡ് ചെയ്യണം, നിൻ്റെ ഒറിജിനൽ ഡാഡല്ലേ എന്നുള്ള രീതിയിൽ സംസാരിക്കുമ്പോൾ എൻ്റെ ബയോളജിക്കൽ ഡാഡ് അയാളാണെങ്കിൽ കൂടെ ഇദ്ദേഹത്തെയാണ് ഞാൻ എൻ്റെ സ്വന്തം ഡാഡായിട്ട് കണ്ടിരിക്കണം എന്നുള്ള കാര്യം അവളിങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ടായിരുന്നു. കൂടാതെ ഈ ഒരു സ്റ്റെപ്പ് ഫാദർ പറയുന്നുണ്ടായിരുന്നു കേട്ടോ, നീ എന്തായാലും നിൻ്റെ ബയോളജിക്കൽ ഡാഡിൻ്റെ കൂടെ കുറച്ച് ടൈമും കാര്യങ്ങളൊക്കെ സ്പെൻഡ് ചെയ്യണം എന്നുള്ള രീതിയിൽ സംസാരിക്കുന്നുണ്ടായിരുന്നു. നമ്മൾ കാണുന്നത് ആലിസും ആയും കൂടെ നമ്മുടെ ഡ്രേക്കിൻ്റെ വീട്ടിലേക്ക് പോയിട്ടുണ്ട്. കത്രീന ആൻറ്റിനോട് വെൽക്കം കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് നേരെ അങ്കിളിൻ്റെ അടുത്തേക്ക് വരുന്നുണ്ടായിരുന്നു. അപ്പം അങ്കിളിനോട് കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഒരു രീതിയിൽ സംസാരിച്ചിട്ട് അവരവിടെ ഓരോ വെൽക്കം ഡ്രിങ്കും കാര്യങ്ങളൊക്കെ കുടിച്ചിട്ട് അവിടെ ഡ്രേക്കിനെ കാണുന്നില്ലല്ലോ ഇതിൽ സംസാരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ആയി ആണെങ്കിൽ അങ്കിളിൻ്റെ അടുത്തേക്ക് പോകുന്നുണ്ടായി. ഡ്രേക്ക് എവിടെ, നമ്മൾ പറഞ്ഞ പ്ലാനും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ ഡ്രേക്ക് ഇവിടെ വേണമല്ലോ. സോ അപ്പോഴാണ് ഈ ഒരു ഫ്ലാഷ് ബാക്കും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ടായിരുന്നത്. ആയി ആണെങ്കിൽ കഴിഞ്ഞ ദിവസം അവളുടെ വീട്ടിൽ പോയപ്പോൾ അവളുടെ ലാപ്ടോപ്പിൽ ഫോൾഡറിൻ്റെ ഉള്ളിലായിട്ട് ഭയങ്കര സീക്രട്ട് ആയിട്ട് ഒരു ലെറ്ററും കാര്യങ്ങളൊക്കെ സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നു. സംഭവം വേറെ ഒന്നുമില്ല, ഇതിന് മുന്നേ ആയിട്ട് അവന് പനിയും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ അവൻ്റെ മേത്തുണ്ടായിരുന്ന ഇതും കാര്യങ്ങളൊക്കെ ഒന്ന് വൈപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, വെക്റ്റും കാര്യങ്ങളൊക്കെ വൈപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അവൾക്ക് ചെറിയ രീതിയിൽ ഫീലിങ്സും കാര്യങ്ങളൊക്കെ വന്നെന്നുള്ള കാര്യം നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ട് ചെറിയൊരു പ്ലാനും കാര്യങ്ങളൊക്കെ ഈ അങ്കിളും അതുപോലെ തന്നെ ആയും കൂടി ചെന്ന് സെറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്തായാലും നമ്മുടെ ഡ്രേക്ക് താഴത്തേക്ക് വരുന്നേ വേണമല്ലോ. പിന്നീട് നമ്മൾ കാണുന്നതാണെങ്കിൽ ആ ഒരു ഡ്രസ്സിങ്ങും കാര്യങ്ങളൊക്കെ വേണ്ടി അളവെടുക്കുക കേട്ടോ നമ്മുടെ ആലിസ്. ആ ഒരു സമയത്താണെങ്കിൽ ഭയങ്കര പ്രൊഫഷണൽ ആയിട്ടൊക്കെ ആലിസ് നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആയ വിചാരിക്കുന്നത് മോം ഡിസൈനർ ആണല്ലോ, സോ നിനക്ക് പറ്റില്ല എന്നുള്ള രീതിയിൽ ആ ഒരു സമയത്താണെങ്കിൽ ആയാണെങ്കിൽ ഒരു ജ്യൂസ് കൊണ്ടുപോയിട്ട് നമ്മുടെ ആ ഡ്രേക്കിൻ്റെ പുറത്ത് ഒഴിക്കുന്നുണ്ടായിരുന്നു. എന്തായാലും അവന് ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ മേലെ വരെ പോകണം, സോ നീ പോകണ്ട, ഡ്രസ്സ് ഊരിയിട്ട് ഇവിടെ തന്നെ അളവെടുത്തിട്ട് പോയിക്കോ എന്നുള്ള രീതിയിൽ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അവനാണെങ്കിൽ അവിടെ വെച്ചിട്ട് ആ ഡ്രസ്സ് ഊരുന്നുണ്ടായിരുന്നു. ഇത് കണ്ടിട്ടാണെങ്കിൽ നമ്മുടെ ആലിസിന് സഹിക്കാൻ പറ്റുന്നില്ല. അവളാണെങ്കിൽ ഇങ്ങനെ വായ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. ഇവൻ അളവും കാര്യങ്ങളൊക്കെ എടുക്കുമ്പോൾ നല്ല ബോഡിയും കാര്യങ്ങളൊക്കെ അതിനെ കുറച്ച് അധികം നേരം തന്നെ വായ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. ഇത് പറഞ്ഞിട്ടാണെങ്കിൽ ആയാണെങ്കിൽ നമ്മുടെ ആലിസിനെ നല്ല രീതിയിൽ തന്നെ കളിയാക്കുന്നുണ്ടായിരുന്നു. എന്തായാലും അവൾ വായ നോക്കി നിൽക്കുന്നുണ്ട്. ആ ഒരു സമയത്താണെങ്കിൽ ഒരു പുതിയ കഥാപാത്രം അവളുടെ പിക്കും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. നമ്മുടെ ഡ്രേക്ക് ആണെങ്കിൽ ആ പുള്ളിക്കാരെ തലയാട്ടി പോകുന്നുണ്ടായിരുന്നു. ആ ഒരു സമയത്ത് അങ്ങോട്ടേക്ക് അങ്കിൾ വന്നിട്ട് പറഞ്ഞു, മോൻ വന്ന് ഫോട്ടോ കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ടോ എന്ന രീതിയിൽ സംസാരിക്കുന്നത്. എനിക്ക് മനസ്സിലാവുന്നത് മറ്റേ റിലേറ്റീവും കാര്യങ്ങളൊക്കെയാണ്, ജസ്റ്റ് ഫോട്ടോ കാര്യങ്ങൾ ക്ലിക്ക് ചെയ്യുന്നുള്ള കാര്യമാണ്. സോ ഇതൊരു പുതിയ കഥാപാത്രമാണ്, എങ്ങനെയാവും എന്താണെന്നുള്ളൊക്കെ വഴിയെ അറിയാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഡ്രേക്കും അതുപോലെ തന്നെ ആലിസിനും വേണ്ടിയിട്ട് ഇവിടെ ഒരുപാട് ഒരു മാരേജ് എന്ന് പറയുമ്പോൾ ഒരുപാട് ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ അതിൽ ഇൻക്ലൂഡ് ആയി വരുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരുമിച്ച് കപ്പിൾ പോലെ കുറച്ച് ആൾക്കാർ നിൽക്കണം. എന്തായാലും ഒബ്വിയസ് ആയിട്ട് നമ്മുടെ ആലിസും അതുപോലെ തന്നെ നമ്മുടെ ഡ്രേക്കും ആയിരുന്നു നിന്നിട്ടുണ്ടായിരുന്നു. കൂടാതെ വേറൊരു ഫംഗ്ഷനും കൂടെ ഉണ്ട്, കാലിൽ കൂടെ എന്തൊരു സംഭവം ഇങ്ങനെ കയറ്റിയിടുന്നൊരു സംഭവം. സോ അതിന് വേണ്ടിയിട്ടൊരു പ്രാക്ടീസും കാര്യങ്ങളൊക്കെ വേണ്ടെന്നുള്ള രീതിയിൽ പറയുമ്പോൾ നമ്മുടെ ആയിയാണ് അത് എടുത്തിടുന്നത്. അപ്പോൾ അവൾക്ക് മനസ്സിലാവുന്നത് എന്തോ പണി കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ നമ്മുടെ ആലിസ് ആണെങ്കിൽ ധരിച്ചിട്ടുള്ളൊരു വസ്ത്രത്തിന് ചെറിയൊരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതാണെങ്കിൽ അവൾ ഉറക്കനെ വിളിച്ച് പതുക്കെ നമ്മുടെ ആയിനോട് പറയുന്നത് അവൾ ഉറക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അതാണെങ്കിൽ ഡ്രേക്ക് കേട്ടിട്ട് അവളെ കളിയാക്കുന്നുണ്ട് കേട്ടോ. ഇവളാണെങ്കിൽ ആകെ ചമ്മി നിൽക്കുന്ന രീതിയിലായിരുന്നു. ഇതാട്ടോ ആ ഒരു ഇതിൻ്റെ പ്രാക്ടീസും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇവരെ വെച്ചിട്ടാണ് ഈ ഒരു പ്രാക്ടീസ് നടത്തിയിട്ടുണ്ടായിരുന്നത്. ഇത് കയറ്റുന്ന സമയത്താണെങ്കിൽ ഇവൾക്ക് ഭയങ്കര ഫീലിങ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടായിരുന്നു, അതവിടെ പ്രകടിപ്പിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ആയുടെ പണിയാന്നുള്ള കാര്യം നമ്മുടെ ആലിസിന് മനസ്സിലായിട്ടുണ്ടായിരുന്നു. പിന്നീട് നമ്മൾ കാണുന്ന കാഴ്ച പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആലിസിനെ നല്ല രീതിയിൽ ഉപദേശവും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു. ഇതുവരെയുള്ള നിന്റെ മാർക്കും കാര്യങ്ങളൊക്കെ ഓക്കെ, പക്ഷേ ഇനി നീ നല്ല രീതിയിൽ മാർക്കും കാര്യങ്ങളൊക്കെ മേടിച്ച് നല്ല യൂണിവേഴ്സിറ്റിയിൽ തന്നെ എൻട്രൻസ് വാങ്ങിച്ച് അഡ്മിഷനും കാര്യങ്ങളൊക്കെ നേടണം. കൂടെ തന്നെ എനിക്ക് ഇവിടെ പറ്റിയിട്ടില്ലെങ്കിൽ നീ പുറത്ത് പോയി എന്തായാലും നിൻ്റെ ബ്രദർ പുറത്താണല്ലോ പഠിക്കണം, അവിടെ പോയിട്ട് എന്തായാലും പഠിക്കേണ്ടി വരും, നിനക്ക് ഏതാണോ വേണ്ട. അപ്പോൾ അവൾ പറയുന്നുണ്ട് എന്തായാലും പഠിച്ച് എൻട്രൻസ് വാങ്ങിച്ചിട്ട് ഇവിടെ തന്നെ പഠിക്കാന്നുള്ള രീതിയിൽ. കൂടെ നീ നല്ല രീതിയിൽ മാർക്കും കാര്യങ്ങളൊക്കെ മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ വെക്കേഷന് നമുക്ക് ബ്രദറിൻ്റെ അടുത്തേക്ക് പോകാന്നുള്ള രീതിയിലും കൂടെ സംസാരിക്കുന്നുണ്ടായിരുന്നു. പിന്നീട് നമ്മൾ കാണുകയാണെങ്കിൽ ആലിസ് ആണെങ്കിൽ നമ്മുടെ ഷീൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട്. അപ്പോൾ ഷീൻ പറയുന്നുണ്ടായിരുന്നു പുതിയ ബോയ് ഫ്രണ്ടിൻ്റെ കാര്യങ്ങളൊക്കെ കിട്ടിയപ്പോൾ ഞങ്ങൾ മറന്നതായിരുന്നല്ലോ, ഇപ്പോഴെങ്കിലും എന്നെ ഒന്ന് ഓർമ്മ വന്നല്ലോ എന്നുള്ള രീതിയിൽ സംസാരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവൾ പറയുന്നുണ്ടായിരുന്നു അതൊക്കെ വെറുതെ അല്ലേ, നീ അങ്ങനെ ഇതാക്കേണ്ട ആ ഒരു രീതിയിൽ ചിന്തിക്കേണ്ട ആവശ്യമില്ല എന്നുള്ള രീതിയിൽ പറയുമ്പോൾ അവൻ ചോദിക്കുന്നുണ്ടായിരുന്നു നിങ്ങളുടെ മന്ദശ്രീയും കാര്യങ്ങളൊക്കെ ആയില്ല, അപ്പോൾ എൻ്റെ സെലിബ്രേഷനും കാര്യങ്ങളൊക്കെ ഇല്ലേ എന്ന് പറയുമ്പോൾ മന്ദശ്രീയോ, അപ്പോൾ ആ രീതിയിൽ ഞങ്ങളുടെ മന്ദശ്രീയും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്, അപ്പോൾ അതിൻ്റെ സെലിബ്രേഷനാണ് 31st ആണെന്നുള്ള രീതിയിൽ പറയുമ്പോൾ അവൻ അങ്ങനെ ചിന്തിക്കുന്നത് 31st ഉണ്ട് ഈ ഒരു നവംബറിൽ എന്നുള്ള രീതിയിൽ. പിന്നീടാണെങ്കിൽ ഇവൾ വീട്ടിൽ ചെന്നിട്ടാണെങ്കിൽ നല്ല രീതിയിൽ ടെൻഷനാണ്. ഈ ഒരു മന്ദശ്രീൻ്റെ കാര്യം ഓർമ്മ പോലും ഉണ്ടായിരുന്നില്ല, ഈ ഷീനായിട്ട് എന്നെ ഒന്ന് ഓർമ്മിപ്പിച്ചല്ലോ എന്ന്. അപ്പോൾ അവളാണെങ്കിൽ അതിൽ പങ്കെടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഓരോ കാരണങ്ങളെ കണ്ടെത്തിക്കൊണ്ടിരിക്കുക, ABC എന്നൊക്കെ പറഞ്ഞിട്ട്. ആണെങ്കിൽ ഒന്നെങ്കിൽ മന്ദശ്രീ 31st ആണല്ലോ, സോ അതിൻ്റെ ആ ഒരു ഇതിൽ എനിക്ക് ഓർമ്മയില്ല, അല്ലെങ്കിൽ മോമിനോട് പറഞ്ഞിട്ട് കള്ളം പറഞ്ഞിട്ടെങ്കിലും ലീവ് എടുക്കണം. അപ്പോൾ ചിന്തിക്കുന്നുണ്ട് ഞാൻ മോമിനോട് കള്ളവും കാര്യങ്ങളൊന്നും പറയില്ലല്ലോ എന്നുള്ള രീതിയിൽ. അങ്ങനെ ഓരോരോ വൃത്തിയായിട്ട് പ്ലാൻസും കാര്യങ്ങളൊക്കെ അവൾ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ പിന്നീടാണെങ്കിൽ മോൻ വിളിച്ചിട്ട് പറയുന്നുണ്ടായിരുന്നു ഞങ്ങൾ ഒരു വൺ ഡേ ട്രിപ്പ് പോവുകയാണ്, നീ തൽക്കാലത്തേക്ക് ആയൻ്റെ വീട്ടിൽ പോയിക്കോന്ന്. അവിടെ ചെന്നിട്ടാണെങ്കിൽ ഇവളാണെങ്കിൽ നല്ല പഠിത്തവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ ആ ഒരു സമയത്താണെങ്കിൽ ആയ പറയുന്നുണ്ടായിരുന്നു നമുക്കൊന്ന് ഔട്ടിങ്ങിന് പോയാലോ, എന്തായാലും നമുക്ക് ചുമ്മാ ഇരിക്കില്ല, ഒന്ന് പുറത്ത് പോയിട്ട് വന്നാലോ എന്നുള്ള രീതിയിൽ പറയുമ്പോൾ ഇവളാണെങ്കിൽ ഔട്ടിങ്ങിന് പോകുന്നുണ്ട്. അവിടെ വെച്ചിട്ട് യാദൃച്ഛികമായിട്ടുള്ള കണ്ടുമുട്ടൽ എന്നുള്ള രീതിയിൽ ഡ്രേക്കിനെയും അതുപോലെ തന്നെ അങ്കിളിനെയും കാണുന്നുണ്ടായിരുന്നു. അപ്പോൾ അവൾക്ക് ഏകദേശം കത്തിയിട്ട് ഇതൊക്കെ ആയാന്നുള്ള കാര്യമൊക്കെ അവൾക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവളാണെങ്കിലും അവരെ ഒരുമിച്ചാക്കിയിട്ട് ഇവർ രണ്ടുപേരും അങ്കിളും അതുപോലെ തന്നെ ആയ അവിടെ നിന്ന് പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ ഡ്രേക്ക് ആണെങ്കിൽ കൈ പിടിച്ച് വലിച്ചിട്ട് ഓരോ സ്ഥലത്തേക്ക് ഇങ്ങനെ കാണിച്ചു കൊടുത്തിട്ടൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ ഇവൾക്കാണെങ്കിൽ
പിന്നീടാണെങ്കിൽ എന്തായാലും അവർ നമ്മുടെ ബാക്കിൽ നിന്ന് പോയി ഒന്ന് കുറച്ച് നേരം ഇവിടെ എനിക്ക് കാല് വേദനയ്ക്ക് പറയുമ്പോൾ ഇവരാണെങ്കിൽ ഇവളുടെ അടുത്തേക്ക് വന്നിട്ട് ഇവളുടെ കാലൊക്കെ മസാജ് ചെയ്ത് കൊടുക്കുന്നത്. ഇവളാണെങ്കിൽ നല്ല രീതിയിൽ ഇമ്പ്രസ് ആവുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ചോദിക്കുന്നുണ്ടായിരുന്നു. എന്നിട്ട് ഇവളോട് പറയുന്നുണ്ട് കാല് വേദന ഉണ്ടെങ്കിൽ ഞാൻ എടുക്കാമെന്ന് പറഞ്ഞിട്ട്, പക്ഷേ കഴിഞ്ഞ ദിവസം എൻ്റെ കഴുത്ത് മുറിക്കിയ പോലെ മുറുക്കാൻ നിൽക്കരുതെന്ന് പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ ഒരു ഇയർഫോൺ ആണെങ്കിൽ അവരുടെ ചെവിയിലും വെച്ച് കൊടുത്തിട്ട് പുറത്തിങ്ങനെ ഇതാക്കി കഴിക്കും. ഇവൾക്കാണെങ്കിൽ ഇത് നല്ല രീതിയിൽ ഇഷ്ടമായിട്ടുണ്ട്. ആ ഇഷ്ടം കൂടിക്കൂടി ഇവൾ വീണ്ടും നല്ല സ്ട്രോങ്ങിൽ തന്നെ കഴുത്ത് പിടിക്കുമ്പോൾ അവൻ അവിടെ താഴത്തേക്ക് വെക്കുന്നുണ്ടായിരുന്നു. ആ ഒരു സമയത്താണെങ്കിൽ ഷീൻ്റെ ഫ്രണ്ട്സും അങ്ങോട്ടേക്ക് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ എന്താ അവിടെ ഡേറ്റിന് വന്നതെന്ന് പറഞ്ഞു. അതെ ഡേറ്റിന് വന്നതെന്ന് പറഞ്ഞിട്ട് ഡ്രേക്ക് ആണെങ്കിൽ അവളുടെ കൈ പിടിച്ചാൽ പോകുന്നുണ്ടായിരുന്നു. ഷീൻ്റെ മുഖത്ത് പ്രത്യേകിച്ച് ഒരു മാറ്റവും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അങ്ങനെ ഒരു ബീച്ചിന് അവിടെ നിന്നിട്ട് ഓരോ കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ടായിരുന്നു. ഇന്ന് നമ്മുടെ December 1 ആണ്, നമ്മുടെ ഫസ്റ്റ് നമ്മുടെ ഡേറ്റിങ്ങിന് പോയ ദിവസം തന്നെ നമ്മുടെ മൊന്തസേറി എന്നുള്ള രീതിയിൽ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ടായിരുന്നു. കൂടാതെ തന്നെ അവൻ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു ഞാനല്ല നിന്നെ ഫസ്റ്റായിട്ട് കിസ് ചെയ്തെന്നുള്ള കാര്യം. അപ്പോൾ ഇവളാണെങ്കിൽ ഒരു സമയം ഫസ്റ്റ് ഇവരാണ് കിസ് ചെയ്തത്. പക്ഷേ ഇവൾ ഇങ്ങനെ രീതിയിൽ മടിച്ച് പറഞ്ഞു നീ ഒന്നല്ല എന്നെ കിസ് ചെയ്തിട്ടാണ് എൻ്റെ ഷീനാണ് എന്നെ കിസ് ചെയ്തെന്നുള്ള രീതിയിൽ പറയുന്നുണ്ടായിരുന്നു. ഇത് കേട്ടിട്ടാണെങ്കിൽ ഇവന് തീരെ പറ്റണില്ല കേട്ടോ. ഇവനാണെങ്കിൽ അടുത്തേക്ക് വന്നിട്ടാണ് ഈ ഒരു ചോദ്യം ചോദിച്ചിട്ടായിരുന്നു. ഭയങ്കര സന്തോഷത്തോട് കൂടിയിട്ടാണ് ഓരോ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ടായിരുന്നത്. അങ്ങനെ ഇവങ്ങനെ ചിരിച്ച് നിൽക്കുന്ന അതിനിടയിൽ ഇവ ചിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആ ഒരു സമയത്ത് ഇവളാണെങ്കിൽ ഫോട്ടോയും കാര്യങ്ങളൊക്കെ ക്ലിക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇവളിങ്ങനെ ഫോട്ടോ കാര്യങ്ങൾ ക്ലിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ അവൻ്റെ ആ ഒരു എക്സ്പ്രഷൻ മാറുന്നുണ്ടായിരുന്നു. എന്നിട്ടാണ് ഈ ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവൻ ഈ ഒരു ചോദ്യം ചോദിക്കുമ്പോൾ അവളാണെങ്കിൽ അല്ല ഷീന എന്നുള്ള രീതിയിൽ ഉത്തരവും കാര്യങ്ങൾ കൊടുത്തപ്പോൾ അവന് ഭയങ്കര സാഡായ പോലെ ഇവൻ്റെ എക്സ്പ്രഷനും കാര്യങ്ങളൊക്കെ മാറിയിട്ട് ഒരു ദേഷ്യത്തോട് കൂടി തന്നെ അവൻ അവിടെ നിന്ന് എണീറ്റ് പോകുന്ന കാഴ്ചയാണ് കാണുന്നത്. പിന്നീടാണെങ്കിൽ ഇവന് എന്ത് പറ്റി ഇവൻ എന്തെങ്ങനെയെന്നുള്ള രീതിയിൽ ഇവളിങ്ങനെ ചിന്തിച്ചിരിക്കുന്നുണ്ട്. പിന്നീട് നമ്മൾ കാണുന്നതാണെങ്കിൽ ആയനെ അതുപോലെ തന്നെ അങ്കിളിനെ ഇവൾ വിളിച്ച് ചോദിക്കും നിങ്ങൾ എവിടെയെന്നുള്ള രീതിയിൽ ചോദിക്കുമ്പോൾ ഇവർ തിയേറ്ററിലൊന്നുമല്ല പക്ഷേ തിയേറ്ററിലാണെന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്നുണ്ടായിരുന്നു. പിന്നീട് നമ്മൾ ഡ്രേക്ക് അങ്ങോട്ടേക്ക് വന്നിട്ട് ചോദിക്കുന്നുണ്ടായിരുന്നു നീ എന്തായാലും ഷീൻ നിന്നെ കിസ് ചെയ്താൽ ഒന്നും കുഴപ്പമില്ല പക്ഷേ അതിൻ്റെ കയ്യിൽ ഞാൻ കിസ് ചെയ്യും. അങ്ങനെ ഓരോ സ്ഥലത്ത് ഇങ്ങനെ കിസ് ചെയ്യുന്നുണ്ട്. ഇവിടെയൊക്കെ ഞാനാണല്ലോ ഫസ്റ്റ് കിസ് ചെയ്യുന്നുള്ള കാര്യം പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇവർ രണ്ടുപേരും ഇങ്ങനെ അടുത്തേക്ക് വന്നിട്ട് ഇങ്ങനെ ഭയങ്കര ഇവൾക്ക് നല്ല രീതിയിൽ ഇമ്പ്രസ്ഡ് ആണ് ഇവൻ്റെ ഓരോ പ്രവൃത്തിയും കാര്യങ്ങളൊക്കെ. ഇവനാണെങ്കിൽ ഇവളോടുള്ള ഇഷ്ടം കൂടി വരിക എന്നുള്ളത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡോട് അവസാനിക്കുന്നത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമന്റ് ബോക്സിൽ ഞാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തിരിക്കുന്നു സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടാതെ ഹൈപ്പ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിരുന്നു ഹൈപ്പ് കൊടുത്ത് സപ്പോർട്ട് ചെയ്യാനും മാർക്ക് ചെയ്ത് നമുക്ക് അടുത്തൊരു വീഡിയോ ഉടനെ തന്നെ കാണാം. ദിസ് ഈസ് സൈനിങ് ഔട്ട്. അടുത്തൊരു വീഡിയോ കാണാം. ബൈ.